സോ 30,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഫോൺസ് നോക്കുന്നുണ്ട്. ആ റേഞ്ചിലേക്ക് ഒരു ബെസ്റ്റ് ഫോൺ വന്നിട്ടുണ്ട്, മോട്ടറോള എഡ്ജ് 50 Pro. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും പ്രൈസും ഫീച്ചേഴ്സും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ വേഗൻ ലെതർ ബിൽഡാണ് ഈ ഒരു ഫോണിന് കൊടുത്തുള്ളത്. ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സ്റ്റെപ്പും ഒരു ഫ്ലാഷും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. മോട്ടറോളയുടെ ലോഗോയും വരുന്നുണ്ട്. കാണാൻ ഈ ഒരു ലെതർ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം റിച്ച് ലുക്ക് ഫോണ് തരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രെയിമൊക്കെ തന്നെ അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം റിച്ച് ലുക്ക് ഫോണ് തരുന്നുണ്ട്. പിന്നീട് കാണാൻ നല്ല രസമുണ്ട്, അത് തന്നെയാണ് കാണാൻ നല്ല രസമുണ്ട്. 2 കളർ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. സോ കാണാൻ നല്ലൊരു പ്രീമിയം, അതായത് 30,000 രൂപ റേഞ്ച് ഫോൺ ആണെങ്കിൽ പോലും കാണാനൊരു പ്രീമിയം റിച്ച് ലുക്ക്, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഫോണിൻ്റെ ആ ഒരു ലുക്ക് ഈ ഒരു 30K ഫോണിന് വരുന്നുണ്ട്. സോ ഡിസൈൻ ഒരു രക്ഷയില്ല. ബട്ട് ഒരു മിനിമലായിട്ടുള്ളൊരു നോർമൽ ഡിസൈൻ ആണെങ്കിൽ പോലും ആ ഒരു ലെതർ ഫിനിഷ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ലുക്ക് ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ബാക്കിയെല്ലാം നോർമലാണ്. ഡിസൈൻ ഇപ്പോൾ ക്യാമറ മൊഡ്യൂളൊക്കെ തന്നെ നോർമലാണ്. ബട്ട് ആ ഒരു ലെതർ ഫിനിഷും ആ ഒരു എഡ്ജസും കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ അതൊരു പ്രീമിയം ലുക്ക് ഫോണിന്, പ്രീമിയം റിച്ച് ലുക്ക് ഫോണിന് തരുന്നുണ്ട്. പിന്നീട് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വൈസ് നോക്കുകയാണെങ്കിലും ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ആ ഒരു ലുക്ക് ഫ്രണ്ടിൽ നിന്ന് തരുന്നുണ്ട്. കർവ്ഡ് അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ ഫോൺ. ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ഡിസൈനും ഫ്രണ്ട് ഡിസ്പ്ലേയും ഒക്കെ തന്നെ ഒരു പ്രീമിയം റിച്ച് ഫോണിന് വരുന്നുണ്ട്. പിന്നീട് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. പിന്നീട് ഡോൾബി അറ്റ്മോസും സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഈ ഒരു 30K റേഞ്ചിലെ ഫോണിന് വരുന്നുണ്ട്. ദെൻ ടോക്ക് അബൌട്ട് ഡിസ്പ്ലേ. 6.7 ഇഞ്ചിൻ്റെ ഒരു OLED 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. 1.5K ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേ വൈസ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ഒരു ഫ്ലാഗ്ഷിപ്പ് ഒരു ലെവലിലുള്ള ആ ഒരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ബ്രൈറ്റായ ഡിസ്പ്ലേ കൂടിയാണ്. കർവ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കർവ്ഡിൻ്റെ ഒരു പ്രത്യേകത തന്നെ നല്ലൊരു എടുത്ത് കാണിക്കും ഡിസ്പ്ലേ തന്നെ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഡിസ്പ്ലേ. ബാക്കി എല്ലാ കാര്യവും ഗംഭീരം തന്നെയാണ്. 144 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റൊക്കെ തന്നെ വരുന്നുണ്ട്. സോ നല്ല റെസൊല്യൂഷനൊക്കെയുള്ള നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്. ദെൻ ക്യാമറ 15 MB പ്രൈമറി ക്യാമറ. പിന്നീട് ഒരു 13 MP അൾട്രാ വൈഡ് ക്യാമറ. അതിൽ തന്നെ നമുക്ക് മാക്രോ ക്യാമറ ആയിട്ടും വരുന്നുണ്ട്. പിന്നീട് 10 MP ഒരു 3x ടെലിഫോട്ടോ ലെൻസും സൂമിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. സെൽഫി ആണെങ്കിൽ നമുക്ക് 15 MP ഒരു സെൽഫി ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തത്. സെൻട്രൽ അലൈനായിട്ട് പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ വരുന്നത്. 4K വീഡിയോ റെക്കോർഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സോ ക്യാമറ അത്യാവശ്യം ക്യാമറയിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. മെയിനായിട്ട് ക്യാമറ ഇപ്രാവശ്യം മോട്ടറോള ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ക്യാമറയും ബെസ്റ്റ് തന്നെയാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ഡമ്മി ക്യാമറ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ തന്നെയാണ് വരുന്നത്. സോ 3x ടെലിഫോട്ടോ ഒക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം ക്യാമറ റിവ്യൂസൊക്കെ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്പെസിഫിക്കേഷൻ മാത്രമേ പറയുന്നുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ ഫോണില്ലാത്തപ്പോൾ എനിക്ക് ഇതിൻ്റെ ക്യാമറയെ പറ്റിയോ ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ക്യാമറ റിവ്യൂസൊക്കെ നിങ്ങൾ പോയിട്ട് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക, സ്പെസിഫിക്കേഷൻ നോക്കാതെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. ഓൾമോസ്റ്റ് അവരുടെ ആ ഒരു ഫോട്ടോസൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. സോ ക്യാമറയിൽ നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും പറയാനില്ല. സോ ബെസ്റ്റായിട്ടുള്ള ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പെർഫോമൻസ് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3, അതായത് 25,000 രൂപ റേഞ്ചിലെ OnePlus Nord CE4 കണ്ട ആ ഒരു സെയിം ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഇതിലും കൊടുത്തുള്ളത്. ഇതിനൊരു ആൻറ്റു ബെഞ്ച് സ്കോർ പറയുകയാണെങ്കിൽ 8,15,000 എബോ ആയിട്ടാണ് വരുന്നത്. സോ 25,000-30,000 റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പ്രോസറാണ് ഈ ഒരു കോൾകോം സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്നത്. സോ പെർഫോമൻസിൽ നമുക്കങ്ങനെ ഇഷ്യൂസ് പറയാനില്ല. ഓൾമോസ്റ്റ് ഒരുപാട് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെ ഫോണിന് വരുന്നുണ്ട്. അതൊക്കെ നോക്കാം. അപ്പം പെർഫോമൻസ് ആ ഒരു നോഡ് CE4 കണ്ട ആ ഒരു പ്രോസർ തന്നെയാണ്. സോ 25,000 രൂപ ഫോണിലുള്ള പ്രോസറാണ്. 30,000 രൂപ റേഞ്ചിൽ കൂടി നോക്കാം. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫോമൻസ് ഉണ്ട് ഫോണിന്. സോ അതുകൊണ്ട് തന്നെ അതങ്ങനെ കുറവ് പറയാനൊന്നും തന്നെ ഇല്ല. പിന്നീട് ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന Android 14 ഹെലോ UI ആയിട്ടാണ് വരുന്നത്. ഈ ഹെലോ UIയിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. നോർമലി മോട്ടറോള ഫോൺസിൽ കണ്ടതിനും കാട്ടിയും
ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അധികം ഈ ഒരു UI കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റോക്ക് തന്നെയാണ് കാണാൻ നല്ല രസമുണ്ട്. UI നോർമലാണ്, ബട്ട് അത്യാവശ്യം കുറച്ചും കൂടെ ഫീച്ചേഴ്സും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പേര് മാറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും UIനെ പറ്റിയൊന്നും പറയാനില്ല. സോ നല്ല UI ആണ്. നോർമലി മോട്ടോറോള ഫോണില്ല പോലത്തെ കുറച്ചും കൂടെ ഫീച്ചേഴ്സ്, ചെറിയ ചെറിയ ഫീച്ചേഴ്സ് കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. വേറെ വലിയ വ്യത്യാസമൊന്നും അതിലൊന്നും വരുന്നില്ല. ദെൻ 3 ഇയേഴ്സിൻ്റെ മേജറായിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ടോറോള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബാറ്ററി 4500 mAh ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ. 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോൺ വരുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണിൽ പോലും ഈ ഒരു 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരാറില്ല. ഈ ഒരു 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വയേർഡും വരാറില്ല. സോ ഫാസ്റ്റ് ചാർജിങ്ങും വേറെ ലെവൽ തന്നെയാണ്. സോ അതിലൊന്നും യാതൊരു തരത്തിലുള്ള, അതായത് അതുകൂടാതെ തന്നെ ബോക്സിനകത്ത് ചാർജറും വരുന്നുണ്ട്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സ്പെസിഫിക്കേഷനും അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ബാറ്ററി കുറവാണ്, ബട്ട് ഫാസ്റ്റ് ചാർജിങ് അധികമുണ്ട്. സോ അതിലോണ്ട് അത് ഇഷ്യൂ ആയിട്ട് പറയാനില്ല. ദെൻ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് ബേസ് മോഡൽ തന്നെ വരും. നമുക്ക് 8GB 256GB വേരിയൻറ്റ് ബേസ് മോഡലായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് എന്ന് പറഞ്ഞാൽ 27,999 ആണ്. അതായത് ബാങ്ക് ഓഫറുകൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൈസാണ്. നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 29,999 ആണ്. അതായത് 13,000 ആണ് വരുന്നത്. ഹയർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 12GB 256GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് 31,999 ആയിട്ടാണ് വരുന്നത് ലോഞ്ച് പ്രൈസ്. അപ്പോൾ 30K റേഞ്ചാണ് ഫോണിൻ്റെ പ്രൈസ്. ഈ ഒരു ഓഫർ പ്രൈസ് ആ ഒരു കുറച്ച് ഫ്യൂ ഡേയ്സ് മാത്രമേ എന്തായാലും ആ ഒരു ഓഫർ പ്രൈസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പോയിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 2,000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ പിന്നീടുള്ള ഇനിയുള്ള ഓഫേഴ്സിലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആ റേഞ്ച് എന്തായാലും കുറയും. സോ അതുകൊണ്ട് അത് മെയിനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. സോ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ബിൽഡ് ആൻഡ് ഡിസൈൻ ഒരു രക്ഷയില്ല. നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഫോൺ തന്നെയാണ്. കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കർവ്ഡ് ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട സംഭവം തന്നെയാണ്. കാരണം നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇതിലും ആ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല രസമുണ്ട്. അതിന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നല്ല രസമുണ്ട്. പിന്നീട് നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. നല്ല ക്യാമറ വരുന്നുണ്ട്. നല്ല ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 30,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഫോണായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഫോൺ തന്നെയാണ്. സോ അതിലൊന്നും ഇഷ്യൂ ഇല്ല. അപ്പം റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാത്തിൻ്റെയും റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക. സ്പെസിഫിക്കേഷൻ വൈസ് മാത്രം പോയിട്ട് ഫോൺ എടുക്കരുത്. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫർ പ്രൈസിൽ തന്നെ പോയിട്ട് എടുക്കാൻ നോക്കുക പരമാവധി. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.